أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا تحسبن الله مخلف وعده رسله إن الله عزيز ذو انتقام. يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار. صدق الله العظيم. സൂറത്ത് ഇബ്രാഹിമിലെ 47-8 ആയത്തുകൾ. ഫലാ തഹ്സബന്ന, എന്നാൽ താങ്കളൊട്ടും വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് മുഖലിഫ വാഴ്ദിഹി, വാഗ്ദാനത്തിൻ്റെ ലംഘകനായിട്ട് അഥവാ വാഗ്ദാനം ലംഘിക്കുന്നവനായിട്ട് താങ്കളൊട്ടും വിചാരിക്കേണ്ടതില്ല. റുസുലഹു, അവൻ്റെ ദൂതന്മാർക്ക് അഥവാ ദൂതന്മാർക്കുള്ള വാഗ്ദാനം. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു അസീസുൻ, അജയ്യനാകുന്നു. ദൂ ഇന്തിഖാം, അതാണ് ദുന്തിഖാം എന്ന് വായിക്കൽ, പ്രതികാരമുള്ളവനുമാകുന്നു. യൗമ തുബദ്ദലുൽ അർളു, ഭൂമി മാറ്റിമറിക്കപ്പെടുന്ന ദിവസം. ഗൈറൽ അർളി, ഭൂമി അല്ലാത്തതായിട്ട്. വസ്സമാവാത്തു, ആകാശവും. വബറസൂ ലില്ലാഹി, അവർ അള്ളാഹുവിന് വെളിപ്പെടുകയും ചെയ്യുന്ന നാളിൽ എന്നർത്ഥം. അൽ വാഹിദിൽ ഖഹാർ, ഏകനും എല്ലാം അടക്കി വാഴുന്നവനുമായ. നേരത്തെ വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ, അക്രമികൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് ധരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് പറഞ്ഞത് അവർ തല താഴ്ത്തിയവരായിട്ട് അന്താളിച്ച് പോകുമെന്നാണ്. അവരെ അന്ത്യനാൾ വരെ അല്ലെങ്കിൽ കണ്ണു തുറിക്കുന്ന ദിവസത്തേക്ക് വേണ്ടി പിന്തിച്ചിട്ടിരിക്കുകയാണ് എന്ന്. പിന്നീട് ആ പരലോകത്തെ സംബന്ധിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ആവശ്യപ്പെട്ടു. അന്നവർ ഖേദിക്കും, ഞങ്ങൾക്ക് ഇനി ഒരു സാവകാശം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ നന്നായിക്കൊള്ളാമെന്ന്. അള്ളാഹു അവരെ പരിഹസിക്കും, നിങ്ങൾ മുമ്പ് നേരത്തെ പ്രതിജ്ഞ എടുത്തവരായിരുന്നല്ലോ, സത്യം അംഗീകരിക്കില്ല എന്ന്, ഒരു മാറ്റവും ഉണ്ടാകുകയില്ല എന്ന്. പിന്നീട് നിങ്ങൾ താമസിച്ചിരുന്നത്, സ്വന്തത്തോട് അക്രമം ചെയ്തവർ താമസിച്ച സ്ഥലങ്ങളിലായിരുന്നല്ലോ. അവർ കുതന്ത്രം പ്രയോഗിച്ചു, എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്ത് എത്ര വലിയ തന്ത്രമാണെങ്കിലും അത് വിജയിക്കുകയില്ല. ഇത്രയും കാര്യങ്ങളാണ് മുകളിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ തുടർച്ചയാണ്. അവരെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അഥവാ അള്ളാഹുവിൻ്റെ റസൂലിനെയും വിശ്വാസികളെയും ഒക്കെ കടുത്ത അവഹേളനങ്ങൾക്കും പീഡനങ്ങൾക്കുമൊക്കെ വിധേയമാക്കുമ്പോൾ, വിശ്വാസികളിൽ ചിലരിലെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയത്തിൻ്റെ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. അള്ളാഹു അവൻ്റെ അടിമകളെ സഹായിക്കും. ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറസുലി, അല്ലാഹു തആല വിധിച്ചിരിക്കുന്നു, ഞാനും എൻ്റെ ദൂതന്മാരും തന്നെയാണ് വിജയിക്കുക എന്ന്. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അള്ളാഹു ശക്തനും യുക്തിമാനുമാകുന്നു. അതുപോലെ ഇന്നാ ലനൻസുറു റുസുലന വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ്,
നാം നമ്മുടെ ദൂതന്മാരെയും വിശ്വാസികളെയും ഇഹലോകത്ത് തന്നെ സഹായിക്കും, അതുപോലെ സാക്ഷികൾ ഹാജരാക്കപ്പെടുന്ന ദിവസവും. ഇങ്ങനെ പലയിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് സത്യനിഷേധികൾക്കെതിരിൽ ഇഹലോകത്ത് നൽകുന്ന സഹായത്തെ, പ്രത്യേകിച്ചും അവൻ്റെ റസൂലുമാർക്ക് ചെയ്യുന്ന സഹായത്തെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് ആ സഹായമൊക്കെ എവിടെ? ഇത് ചിലരുടെയെങ്കിലും മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതിനുള്ള മറുപടിയാണിവിടെ. ഫലാ തഹ്സബന്നല്ലാഹ മുഖ്ലിഫ വഅദിഹി റുസുല. അള്ളാഹു അവൻ്റെ റസൂലുമാർക്ക് ചെയ്ത വാഗ്ദാനം ലംഘിക്കുന്നവനാണ് എന്ന് ആര് വിചാരിച്ചാലും നബിയെ താങ്കളൊട്ടും വിചാരിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ അത് പറഞ്ഞതിൻ്റെ ധ്വനി. ഇന്നല്ലാഹ അസീസുൻ ദുൻതിഖാം. അള്ളാഹു അജയ്യനും പ്രതാപവാനുമാണ്. അതുപോലെ ദു ഇന്തിഖാം, അവന് വിരുദ്ധം പ്രവർത്തിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നത് സ്വഭാവമായിട്ടുള്ളവനാണ്. ദു എന്ന് പറഞ്ഞാൽ അസിലിലേ ഉള്ളതാണ് എന്നർത്ഥം. അറബി ഭാഷയിൽ അതിന് ഉദാഹരണം പറയാറുള്ളത് അൽഫീലു ഹൈവാനു ദു ഖുർത്തൂമിൻ. ആന തുമ്പിക്കൈയുള്ള ഒരു ജന്തുവാകുന്നു. ആനയാണോ തുമ്പിക്കൈ ഉണ്ടാകും എന്നതുപോലെ അള്ളാഹു ശിക്ഷിക്കുക എന്നത് പ്രത്യേകം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ദേഷ്യം പിടിച്ചിട്ട് സ്വീകരിക്കുന്ന ഒരു പരിപാടിയല്ല. പകരം കൃത്യമായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ധിക്കാരികൾക്ക് ശിക്ഷ കൊടുക്കുക എന്നത് അള്ളാഹുവിൻ്റെ അസിലിലേ ഉള്ള ഒരു നിലപാടാകുന്നു എന്നർത്ഥം. പിന്നെ പറയുന്നത് ആ നിലപാട് എന്നാണ് അവൻ നടപ്പിലാക്കുക, എന്നാണ് റസൂലുള്ളാഹിമാർക്ക് കൊടുത്ത വാഗ്ദാനം അവൻ പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ എന്നാണ് അവരെ ശിക്ഷിക്കുക. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്ത്. ആകാശങ്ങളും ഭൂമിയും മാറ്റിമറിക്കപ്പെടുന്ന ദിവസമാണ്. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി. ഭൂമി അല്ലാതെയാക്കി മാറ്റപ്പെടും എന്നാണ് വാക്കിൻ്റെ നേരർത്ഥം. അഥവാ പർവ്വതങ്ങൾ ഉതിർന്നു വീഴും, ഭൂമി കീഴ്മേൽ മറിക്കപ്പെടും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വ അഖ്റജത്തിൽ അർളു അസ്ഖാലഹ. ഇങ്ങനെയൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. തകൂനുൽ ജിബാലു കൽ യഹ്നിൽ മംഫൂഷ്. പർവ്വതങ്ങൾ കടയപ്പെട്ട പഞ്ഞിക്കെട്ട് പോലെയാകും. ഇങ്ങനെ ലോകം അവസാനിക്കുന്ന ദിവസം അന്നാണ് ഈ തീരുമാനം പൂർണ്ണമായി നടപ്പിലാക്കുക. അള്ളാഹു അവൻ്റെ വാഗ്ദാനം പറഞ്ഞപ്പോൾ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ്. അങ്ങനെ വയൗമ യഖൂമുൽ അഷ്ഹാദ്, സാക്ഷികൾ ഹാജരാക്കപ്പെടുന്ന അഥവാ അന്ത്യനാളിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. അഥവാ ലോകം അവസാനിക്കുമ്പോൾ നിഷേധികൾക്കെതിൽ റസൂലുള്ളാഹിമാർക്ക് കൊടുത്ത വാഗ്ദാനം അല്ലാഹു തആല പാലിക്കുക തന്നെ ചെയ്യും. വസ്സമാവാത്തു, ആകാശവും എന്ന് പറഞ്ഞാൽ യൗമ തുബദ്ദലു സമാവാത്തു ഗൈറസ്സമാവാത്തി എന്നാണ് വസ്സമാവാത്തു എന്ന് പറഞ്ഞാൽ. അന്ന് ആകാശമല്ലാതെ വസുയീറത്തിൽ വഫുതിഹത്തിസ് സമാഉ ഫക്കാനത്ത് അബുവാബ. ആകാശം വാതിലുകളായി തുറക്കപ്പെടും എന്നൊക്കെ പറഞ്ഞല്ലോ. ഇങ്ങനെ ആകാശത്തിനും ഭൂമിക്കും വലിയ മാറ്റങ്ങൾ വരുന്ന ദിവസമാണ് അള്ളാഹു അവൻ്റെ റസൂലുമാരോട് ചെയ്ത വാഗ്ദാനം പാലിക്കുന്ന ഒരു സന്ദർഭം. അപ്പറഞ്ഞതിൻ്റെ അർത്ഥം ദുനിയാവിൽ അതിൻ്റെ മുമ്പ് അവരുടെ ജീവിതകാലത്ത് ഒരു സഹായവും ചെയ്യുകയില്ല എന്നാണോ? അങ്ങനെ അതിനർത്ഥമില്ല. പകരം അതിൻ്റെ ഏറ്റവും പീക്കായ അള്ളാഹു റസൂലുള്ളാഹിമാരെ അനുഗ്രഹിക്കുകയും എന്നാൽ നിഷേധികളെ നിന്ദിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഗുരുതരമായ സന്ദർഭം അത് അന്ത്യനാളിലാണ്. അത് എടുത്തു പറഞ്ഞ് താക്കീത് ചെയ്യുകയാണ് ഇവിടെ. വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇപ്പോഴവർ നിഷേധിക്കുന്ന ഏകനായ, എല്ലാം അടക്കി ഭരിക്കുന്നവനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ വെളിപ്പെട്ടു, അഥവാ അവരിങ്ങോട്ട് പുറപ്പെട്ടു വന്നു, ഹാജരായി. ഇനി അവർക്കൊന്നും പറയാനില്ല.
നിഷേധിക്കാനില്ല. അവിടെ വെച്ചാണല്ലോ ഞങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കി ഞങ്ങൾക്ക് ഒരവസരം തരികയാണെങ്കിൽ നന്നായിക്കൊള്ളാം എന്നൊക്കെ അവർ പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന ദിവസം വരാനുണ്ട് ഈ നിഷേധികൾക്ക്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സഹായം അല്ലെങ്കിൽ സത്യവിശ്വാസികൾക്കാണ് വിജയം. വൽ ആഖിബത്തുൽ മുത്തഖീൻ, അങ്ങനെ പറഞ്ഞതൊന്നും നടക്കാത്ത കാര്യമാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. അപ്പോൾ നബിമാർക്ക് പ്രത്യേകമായി കിട്ടുന്ന സഹായമോ അത് ചില നിഷേധികളുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കുന്നതാണ്. ഉദാഹരണമായി ഫിറൗനെതിരെ മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സഹായിക്കുകയും ഫിറൗനെ നശിപ്പിച്ച് കളയുകയും ചെയ്തു. എന്നാൽ ഭൂലോകത്തുള്ള എല്ലാ നിഷേധികളെയും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇവിടെ പറയുന്നത് സകല നിഷേധികൾക്കും അള്ളാഹുവിൻ്റെ ദുനിയാവിലെ ശിക്ഷയോ നടപടിക്രമമോ വന്നില്ലെങ്കിലും അല്ലെങ്കിൽ വരുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോകുന്നവരാണെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ കാഫിർ കുടുങ്ങുന്ന സാഹചര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വാഗ്ദാനം പാലിക്കപ്പെടാതെ പോകുമെന്ന് താങ്കൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. ഏതെങ്കിലും കാലത്ത് അത് നീട്ടിവെക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കാഫിർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന താക്കീതാണ് ഉള്ളടക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ നിർഭയരായി കണ്ടുമുട്ടുന്ന സദ്വൃത്തരിൽ സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ ആതിനാ മാ വഅദ്തനാ അലാ റസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.